ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ല് രാജ്യസഭ ഇന്ന് പരിഗണിക്കാനിരിക്കെ കോൺഗ്രസിനെയും സിപിഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവർ ഈ ബില്ലിന് തടയിടാനുള്ള കുടില തന്ത്രങ്ങൾ മെനയുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. സിപിഎമ്മിനെയും കോൺഗ്രസിനെയും ഇവിടുത്തെ ജനം തള്ളിക്കളയണമെന്നും കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ല് രാജ്യസഭ പരിഗണിച്ച് ചർച്ച നടത്താനിരിക്കെ കോൺഗ്രസിനെയും സിപിഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്ത്. ഇന്ന് രാജ്യസഭയിൽ കോൺഗ്രസും സിപിഎമ്മും ചതിക്കാൻ സാധ്യതയുള്ളതായ റിപ്പോർട്ടുകളുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. രാജ്യസഭയിൽ ബില്ല് പാസ്സാവുന്നതിന് തുരങ്കം വയ്ക്കാനുള്ള കുടില തന്ത്രങ്ങൾ അണിയറയിൽ നടക്കുന്നതായി സൂചനയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം. പിണറായി വിജയൻ തീരുമാനത്തെ സ്വാഗതം ചെയ്തെങ്കിലും പോളിറ്റ് ബ്യൂറോ എതിർത്തു രംഗത്ത് വന്നത് കാണാതിരുന്നുകൂടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. പി ബിജു എം പി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പറഞ്ഞ് സിപിഎം അംഗങ്ങൾ ഇടങ്കോലിടാൻ പരമാവധി ശ്രമിച്ചു. കോൺഗ്രസും സിപിഎമ്മും നാളെ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം കേരളവും ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 3/2 ഭൂരിപക്ഷത്തോടെ ലോക്സഭ ഇന്നലെ പാസാക്കി. 5 മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെ നടന്ന വോട്ടെടുപ്പിൽ 3 പേർ ബില്ലിനെ എതിർത്തപ്പോൾ 323 അംഗങ്ങൾ പിന്തുണച്ചു. വ്യവസ്ഥകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും കോൺഗ്രസും സിപിഎമ്മും അടക്കം പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയോടെയാണ് ബിൽ പാസ്സായത്. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.